കേരളത്തിൽ CPIക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ജില്ല തൃശ്ശൂർ ജില്ല തന്നെയാണ്. അവിടെയാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാർ മത്സരിച്ചത്. എന്നാൽ BJPയുടെ സുരേഷ് ഗോപിയോട് 74,000-ലധികം വോട്ടുകൾക്ക് പരാജിതനായി. അവിടെ കൃത്യമായും CPIM BJPയെ സഹായിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു, പ്രകടമായ ഒരു കാര്യമാണ്. ഇപ്പോഴിതാ VS സുനിൽകുമാർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ഏറെ CPI നേതാക്കൾക്ക് വേദനയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഇടതുപക്ഷത്ത് നിന്നതുകൊണ്ട് ഇനി കാര്യമൊന്നുമില്ല എന്ന് കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് VS സുനിൽകുമാർ. VD സതീശനുമായി ഏറെക്കാലത്തെ സൗഹൃദം കാത്തുസൂക്ഷിച്ച ഒരു നേതാവ് കൂടിയായതുകൊണ്ട് കൃത്യമായും തൃശ്ശൂരിൽ കോൺഗ്രസിന് അതൊരു വലിയ ഹൈപ്പ് തന്നെയായിരിക്കും. സുനിൽകുമാർ കോൺഗ്രസിലേക്ക് എത്തിയാൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന നേട്ടം ചില്ലറയൊന്നുമല്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന നേതാവ് VD സതീശൻ തന്നെയാണ്. ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശരിയായ തീരുമാനം തന്നെയാണ് VS സുനിൽകുമാർ കോൺഗ്രസിലേക്ക് എത്തുന്നത് വഴി സാധ്യമാവുക എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ കൃത്യമായി പറയുന്നത്. നേരത്തെ നിരവധി തവണ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള അഭിമുഖങ്ങളും അതുപോലെ സൗഹൃദത്തിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആഴത്തെക്കുറിച്ച് പല കാര്യങ്ങളും പല ചാനലുകളിലും ചർച്ചയായി വന്ന വിഷയം തന്നെയാണ്. എന്നാൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കാനായിരുന്നു VS സുനിൽകുമാറിൻ്റെ ഇഷ്ടം. 2016 പിണറായി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് VS സുനിൽകുമാർ. അദ്ദേഹം പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പണത്തോടുള്ള ആർത്തിയില്ല. അത്തരത്തിൽ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വീട് പോലും മോടി പിടിപ്പിക്കാതെ സാധാരണക്കാരനായി തനി നാട്ടുപുറത്തുകാരനായി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ്, അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള വരവ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഴിച്ചുപണി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞത് ചെറിയ പ്രഹരമൊന്നുമല്ല. കെ മുരളീധരനെ പോലെ സംസ്ഥാനം മൊത്തത്തിൽ അറിയുന്ന ഏത് മണ്ഡലത്തിലും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു അപകട സൂചന തന്നെയാണെന്നുള്ളത് മതേതര പ്രസ്ഥാനത്തിന് നന്നായി അറിയുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ VS സുനിൽകുമാറിനെ പോലുള്ള നേതാക്കൾ കടന്നു വരുന്നത് തീർച്ചയായും അത് മുതൽക്കൂട്ടാകും എന്നുള്ളത് നിസ്സംശയം പറയാം. നമുക്കറിയാം, CPIയുടെ കനയ്യകുമാർ അടക്കം നിരവധിയായ പ്രമുഖർ കോൺഗ്രസിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നുള്ളത്. കാരണം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയും അതിനെതിരെ വർഗീയ ശക്തികൾ ഫാസിസ്റ്റ് മനോഭാവമായി നീങ്ങുമ്പോൾ അതിനെ എല്ലാ തരത്തിലും പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സുനിൽകുമാറിൻ്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഏറെ വിജയകരമായ ഒരു കാര്യമാകും എന്നുള്ളത് കോൺഗ്രസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.